എന്തൊക്കെയാമ്മ ചെയ്യുന്നത്? തുമ്പിയുടെ മകനും മോഹൻ സിംഗ് അവരുടെ വീട്ടുകാരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവര് പിന്നെ സുബ്രഹ്മണ്യൻ അവൻ കാർ ഷെഡിനകത്ത് ഇറങ്ങിയിരുന്നില്ലയോ അവൻ അടിക്കുന്നത്? അവൻ എന്ന് വെച്ചാൽ റേഞ്ച് കിട്ടണം ഇതിന് വേണ്ടിയിട്ട്. തുമ്പിയുടെ മകനും കുറേ ജോലിക്കാർ നിരന്തരം അവരുടെ വീട്ടിൽ വരിക. നമ്മുടെ വീട്ടിൽ ഇവരാരും വരുന്നില്ല, ഒരാണുങ്ങളും വരുന്നില്ല. വരുന്നുണ്ടോ ആരെങ്കിലും? നമ്മുടെ വീട് സഹദേവ മന്ദിരം, അല്ലാതെ വേറെ എങ്ങും അല്ലല്ലോ. ഇവിടെ ഒരാണുങ്ങളും വരുന്നില്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ ഞങ്ങൾ ഇവർ വന്ന് ഈ ഫോൺ യൂസ് ചെയ്യുന്നത് എനിക്കെതിരെ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ യൂസ് ചെയ്യുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അന്നേരം അത് റെക്കോർഡ് ചെയ്യാതിരിക്കാനാണ് ഇത്രയും പൊക്കത്തിൽ ഇപ്പം ഉടനെ തന്നെ മറച്ചു കെട്ടുന്നത്, അല്ലയോ അമ്മേ? അതിന് മുമ്പേ അവരിങ്ങനെ കർട്ടൻ ഇട്ട് മറച്ചു മന്ദിരത്തിൽ വന്നിരുന്ന് ചെയ്യുന്നവരെ കാണാതിരിക്കാൻ, അല്ലയോ? ഇങ്ങനെ പല പല ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ഞങ്ങൾക്കെതിരായിട്ട് നടക്കുന്നത് ഇവിടെ. ഇതെല്ലാം നടക്കുന്നത് ബിജുപി എന്ന് പറയുന്നവൻ്റെ അറിവോടെയും ഇതോടെയാണ്. എൻ്റെ 146 സെൻറ്റ് സ്ഥലം എങ്ങനെയും എന്നെ നശിപ്പിച്ച് എൻ്റെ ഇതാക്കണമെന്നുള്ള ഉദ്ദേശത്തോടാണ്. അതുപോലെ ഞാൻ ഇവിടെ ജോലിക്ക് പോയാൽ എൻ്റെ ജോലി എന്നെ ഒരിക്കലും അറിയാത്ത ആൾക്കാരായി ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നാൽ എന്നെ അവർ ആദ്യം പിന്നെ അവർ ശത്രുവായിട്ട് കാണുന്നത് അത് ഇവൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്നുള്ളത് പരിപൂർണ്ണ അറിയാം. ഈ ബിജു അവൻ്റെ ആൾക്കാരൊക്കെ അവിടെ അതുപോലെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു പിടിക്കാൻ ശ്രമിക്കുക. അമ്മ തന്നെ അറിഞ്ഞ് കണ്ടതാണല്ലോ. ഈ ഹോസ്റ്റലിൽ ഇവിടെ അല്ല, മറ്റേടം ആദ്യം ഒരിടത്തുനിന്ന് നമ്മളെ പറഞ്ഞു വിട്ടില്ലേ ഒരു മാസമായപ്പം? അമ്മയുടെ മുന്നിൽ ചെല്ലിയത് വന്നത്. പിന്നെ പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങോട്ട് ചെല്ലണ്ടാണ്. അങ്ങനെ നിരന്തരം ഇങ്ങനെ നമ്മുടെ പുറകിൽ കിടക്കുക. ഈ ഹോസ്റ്റലിൽ അങ്ങനെ പറയുന്നില്ലയോ? നമ്മൾ കുറച്ചല്ലേ നിന്നുള്ളൂ. ഇത് കേൾക്ക്, നമ്മൾ നിരന്തരം നമ്മുടെ പുറകിൽ നടക്കുക, നമ്മളെ ഫോളോ ചെയ്യുക, ഫോണും കൊണ്ട് കുറേ ആൾക്കാർ ഫോളോ ചെയ്യുക, പല രീതിയിൽ ഞങ്ങളെ എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോണും കൊണ്ടാണ് ഇവന്മാർ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ശ്വാസം മുട്ടിക്കുക, പല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് നമ്മുടെ പുറകിൽ നടക്കുകയാണ് ഇവന്മാരുടെ ജോലി. നമ്മൾ ഒരിക്കൽ പോലും അറിയാത്ത ആൾക്കാരാണ് ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവരെ. എൻ്റെ പുറകിന് അതുപോലെ വണ്ടി വന്ന് നിൽക്കുക. ഞാനിവിടെ എറണാകുളത്തു നിന്ന് ഇവിടെ വരുമ്പം എൻ്റെ പുറകിന് വണ്ടി വന്ന് നിൽക്കത്തില്ലയോ? അതേണ്ട ഒരു കറുത്ത വണ്ടി ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വന്ന് നിന്ന് ഓർമ്മയില്ലയോ? നമ്മൾ പിടിച്ചിട്ടുണ്ടല്ലോ, അവൻ്റെ വണ്ടിയുടെ ഇത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ട് അവരുടെ കൂടെയാണ് ഞാൻ വരുന്നതെന്ന് കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ഇത് ചെയ്യുന്നത്. അങ്ങനെയാ എന്ന് വെച്ചാൽ കള്ളക്കല്യാണങ്ങളൊക്കെ ഞാൻ ആരുടെ കൂടെയോ ഇവിടെ എപ്പോഴും ഞാൻ ആരുടെ കൂടെയോ ഏതോ ആണുങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള, ഞാൻ ഏതൊക്കെയോ ആണുങ്ങളുടെ വീട്ടിൽ പോകുന്നു, അങ്ങനെ ഗർഭക്കഥകൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ ജോലി. പറയും, ഇതെല്ലാം എഴുതി കൊടുക്കുന്നുണ്ട്.